ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ എല്ലാം ഊറ്റിക്കൊണ്ട് പോയതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സീറോയിൽ നിന്നാണ്. ആ സീറോയിൽ നിന്നാണ് നമ്മൾ എന്തെങ്കിലുമായി കയറി വന്നത്. എന്തുകൊണ്ട് പച്ച പിടിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിൽ നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചില ചിന്തകൾ കിടക്കുന്നത് കൊണ്ടാണ്. ഞാൻ ഉൾപ്പെടുന്ന ക്രൈസ്തവ സഭയിലെ വെലന്തിഷന്മാരുമായിട്ടൊക്കെ ഇവർ നല്ല റിലേഷനാണ്. ഇപ്പം പച്ച പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തും കേന്ദ്രത്തിൽ BJP ആയിരിക്കും വരുന്നത്. BJP ഒരു വർഗീയ പാർട്ടിയാണ് അതിന്റെ കാരണം. അസാധ്യമെന്ന് കരുതത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്. എന്തുകൊണ്ടായിരിക്കും കേരളത്തിൽ BJP പച്ച പിടിക്കാത്തത്? അല്ല, പച്ച പിടിക്കും. അത് എന്താ വെച്ചാൽ മനുഷ്യൻ്റെ ചിന്തകൾ മാറണം. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ മാറുന്നതല്ല. നമ്മൾ പെട്ടെന്ന് ചോദിക്കുമ്പോൾ ഇത് ഈ നമ്മുടെ മനസ്സിൻ്റെ മാറ്റം എന്ന് പറയുന്നത് പതുക്കെയാണ് മാറുണ്ടാകുന്നത്. നല്ല രീതികളും നല്ല ചിന്തകളും ഒരു എല്ലാവരും അംഗീകരിക്കുന്ന രീതിയിൽ ഒരു വർഗീയതയില്ല, അങ്ങനെ യാതൊന്നുമില്ല എന്നുള്ളൊരു ബോധം നമ്മുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്നത് ആരുണ്ട് അതിലേറ്റവും നല്ലത് എന്നുള്ളൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലോട്ട് കിടന്നു വരുന്നത്. അപ്പം അങ്ങനെ ഒരു ചിന്ത വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും പച്ച പിടിക്കും. അപ്പോൾ എന്തൊക്കെയോ ചില ഈ പ്രീ ഒക്കുപ്പേഷൻ ഓഫ് മൈൻഡ്, നമ്മുടെ മനസ്സിൽ എന്തൊക്കെയോ ചില ചിന്തകൾ ഇരിപ്പുണ്ട്. അതിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് നമ്മൾ ഒരു വിധി എഴുതുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്ന ഒരു രീതി. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റമുണ്ട്. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. ഒന്നും സ്ഥിരമായിട്ടൊന്നും ഇല്ലല്ലോ. പണ്ട് നമ്മുടെ ഇന്ത്യ ആര് ഭരിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ ആര് ഭരിക്കുന്നു, ഇനി എങ്ങനെ പോകുന്നു, ഇതൊക്കെ ഇതിനകത്ത് പ്രകടമാവുന്ന കാര്യങ്ങൾ. അപ്പം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒന്നും ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടാകും. പക്ഷേ കാലക്രമേണ നല്ല ഈവൻ തന്നെ BJP അവരുടേതായ പ്രീണനങ്ങളൊന്നുമില്ലാതുള്ള പ്രവൃത്തി അവരിലേക്ക് വരികയാണെങ്കിൽ അത് ജനങ്ങൾക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കും ആരും പ്രീണിപ്പിക്കുന്ന ഒന്നല്ല ഇവരുടെ കാഴ്ചപ്പാട് എന്നൊരു തോന്നൽ എൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്. ഞാൻ ആ ഒരു പരിഗണനയിലേക്ക് പോകും. നമുക്ക് ചിലപ്പം പരിഗണനയ്ക്ക് പോകാത്ത മറ്റു പല ചിന്തകൾ നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഞാൻ അങ്ങനെ ചെയ്യും. മറ്റു ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. ആ നല്ല കാര്യങ്ങളെ മറ്റു പല കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ഒഴിവാക്കപ്പെടും ചിലപ്പോൾ. അപ്പം അതുകൊണ്ട് നമ്മളുടെ അതാണ് ഞാൻ പറഞ്ഞത് പ്രീ ഒക്കുപ്പേഷൻ ഓഫ് മൈൻഡ്. അതല്ല എന്നുള്ള ഒരു തോന്നൽ അവർ പ്രവൃത്തിയിലൂടെ, വാക്കിലൂടെ മാത്രം പറഞ്ഞാൽ പോരാല്ലോ, പ്രവൃത്തിയിലൂടെ നമുക്ക് ആർക്കും പ്രസംഗിക്കാമല്ലോ. അത് അവരുടെ പ്രവൃത്തിയിലൂടെ താഴെക്കടയിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യം ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ തന്നെ, ഇതിനു മുൻപുള്ള പ്രധാനമന്ത്രിമാരെ ഇതുപോലെ തന്നെ അതാത് കാലഘട്ടങ്ങളിൽ ഓരോ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യ അംഗീകരിച്ചിട്ടുണ്ട്. നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം എത്രയോ 100-200 വർഷം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് നമ്മുടെ എല്ലാം ഊറ്റിക്കൊണ്ട് പോയതാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സീറോയിൽ നിന്നാണ്. ആ സീറോയിൽ നിന്നാണ് നമ്മൾ എന്തെങ്കിലുമായി കയറി വന്നത്. അപ്പം നമ്മുടെ നമുക്കിവിടെ 70 കാലഘട്ടങ്ങളിൽ നമ്മുടെ നോ റൈസ് ഇൻ ദ കൺട്രി എന്നാണ് പറയുന്നത്. രാജ്യത്ത് അരിയില്ലാത്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്നും പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്നു, നമ്മുടെ വർഗീസ് സാറിൻ്റെ ധവള വിപ്ലവം കൊണ്ടുവന്നു. ഇങ്ങനെ ഓരോരോ കൊണ്ടുവന്ന അന്നത്തെ പ്രധാനമന്ത്രിമാരുടെയും നല്ല ചിന്തകരുടെയും കാഴ്ചപ്പാടുകളാണ് നമ്മുടെ രാജ്യത്ത് പുനഃ ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നീട് രാജീവ് ഗാന്ധി എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രി വന്നപ്പോൾ ടെക്നോളജി പരമായിട്ട് നമ്മുടെ രാജ്യത്തേക്ക് വന്നു. ഇപ്പം വന്ന പ്രധാനമന്ത്രി വീണ്ടും വേറെ കാഴ്ചപ്പാടിലേക്ക്, ഇനി വേറൊരു പ്രധാനമന്ത്രി വന്ന് വരുമ്പോഴും വീണ്ടും വേറെ കാഴ്ചപ്പാടുകളിലേക്ക് പോകും. അത് നമ്മുടെ രാജ്യത്തിൻ്റെ വികസനം അത്യാവശ്യമായിട്ടുള്ള. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ ആ ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് പച്ച പിടിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യത്തിൽ നമ്മുടെ മനസ്സിൽ ഓരോരുത്തരുടെയും മനസ്സിലുള്ള ചില ചിന്തകൾ കിടക്കുന്നത് കൊണ്ടാണ്. അത് മാറ്റിയെടുക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും കാര്യം സമാനമായൊരു ഭരണം ഇവിടെ വന്നെങ്കിൽ മാത്രമേ നമുക്കും ആനുപാതികമായിട്ട് നമുക്ക് ആനുകൂല്യങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളൂ. വികസനങ്ങൾ കൂടുതൽ വരണമെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ഒന്നെങ്കിലേ ഒക്കത്തുള്ളൂ. നമ്മളിത് പറയുന്നെങ്കിൽ പക്ഷേ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സമാനമായ വികസനം നമ്മുടെ രാജ്യത്തും ഉണ്ടാകും. ഞാൻ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത ഒരാളാണ്. ഞാൻ എക്സ് സർവീസ്മാനാണ്. ഞാൻ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു മാനേജറാണ്. എൻ്റെ പേര് അലക്സ് എന്നാണ്. അപ്പം ഞാൻ ഇവിടെ വേറൊരു ആവശ്യത്തിന് എൻ്റെ മകളുടെ ഒരു ആവശ്യമായിട്ട് വന്നപ്പോൾ ഇച്ചിരി സമയമുള്ളതുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാനൊരു ബാസ്കറ്റ്ബോൾ പ്ലെയറാണ്. ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഗുജറാത്തിൽ ഞാൻ 87 മുതൽ 90 വരെ ജാംനഗർ, ഗുജറാത്തിലെ ജാംനഗർ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത ഒരാളാണ് ഞാൻ. അവിടെ ജാംനഗർ സിറ്റിയിൽ ഒരു ഭിക്ഷക്കാരനില്ല. ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഒരു ഭിക്ഷക്കാരനെ നമുക്കവിടെ കാണാൻ പറ്റത്തില്ല. കാരണം അവിടെ എല്ലാം കുടിൽ വ്യവസായങ്ങളാണ്. ഇപ്പോൾ ബ്രാസ് സിറ്റി ജാംനഗറിനെ ബ്രാസ് സിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പിത്തളയുടെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന പല കാര്യങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു കമ്പനി ഒരു മെഷീൻ വെച്ച് ചില സാധനങ്ങൾ ഉണ്ടാക്കും. അത് വേറൊരു കമ്പനി വേറെ ഉണ്ടാക്കും. ഇത് ഒരാൾ ക്രോഡീകരിച്ച് ഇത് അസംബിൾ ചെയ്യുന്ന ഒരാൾ അത് മാനുവലായിരിക്കും കൂടുതൽ അസംബിൾ ചെയ്യുന്നത്.
അപ്പോൾ ടെൻ്റ് അടിച്ച് റോഡ് സൈഡിൽ കിടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇവർ രാവിലെ വന്ന് ഈ കമ്പനി വന്ന് അതിൻ്റെ എണ്ണം അനുസരിച്ച് ഓരോ കമ്പനിയിൽ നിന്ന് മേടിച്ച് ഇവിടെ കൊണ്ടു കൊടുക്കും. ഇവർ ഭാര്യയും ഭർത്താവും കുട്ടികളും എല്ലാവരും കുത്തിരുന്ന് ഉണ്ടാക്കി വൈകിട്ടാകുമ്പം ലയാൾ വന്ന് തിരിച്ചു കൊണ്ടുപോകും. അവർക്കും വീക്കെൻഡിൽ ശമ്പളം കിട്ടും, നല്ലൊരു കിട്ടും. എല്ലാ ഞായറാഴ്ചയും ജാംനഗറിൽ ഒരു ലേക്കുണ്ട്, എല്ലാവരും അവിടെ കാണും. ഈ കുടിലിലിരുന്ന് ചെയ്യുന്ന ടെൻറ്റിനകത്ത് താമസിക്കുന്നവൻ ഉൾപ്പെടെ അവിടെ വന്ന് നമുക്കത് കാണുവാൻ സാധിക്കും. അവർ ആ ഒരു ദിവസം എൻജോയ് ചെയ്യാണ്. അതാണ് ജാംനഗർ. ഞാൻ അന്ന് കണ്ടതാണ്, 87 കണ്ടതാണ്. 87-88 ജാംനഗർ. അന്ന് അവിടെ ഇൻഡസ്ട്രിയൽ ഏരിയ കിടക്കുകയാണ്. ആര് വ്യവസായം കൊണ്ട് തുടർന്നു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ. ഞാൻ എയർഫോഴ്സിൽ നിന്ന് റിട്ടയർ ചെയ്തപ്പോൾ എനിക്ക് അവിടെ തന്നെ ജോലി തരാമെന്ന് പറഞ്ഞാണ്. അവിടുത്തെ മുനിസിപ്പാലിറ്റിയിൽ അന്ന് അവർക്ക് ഇംഗ്ലീഷിൻ്റെ വശം ഇച്ചിരി കുറവാണ്. ഇംഗ്ലീഷ് വശം കുറവായതുകൊണ്ട് ഇംഗ്ലീഷ്, ഞങ്ങൾ എയർഫോഴ്സിലെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഞങ്ങൾ എന്നൊക്കെ എയർഫോഴ്സുകാരൊക്കെ ഇച്ചിരി ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നമുക്ക് വിളിച്ച് ജോലി തരികയാണ്. അതായിരുന്നു അന്നത്തെ ജാംനഗർ. അന്ന് ഞാൻ അവിടെ നിന്ന് ഇവിടെ ടെസ്റ്റ് എഴുതിയാണ് ബാങ്കിൽ പിന്നെ ജോലി ചെയ്ത് കയറിയത്. പക്ഷേ നമുക്കത് ബുദ്ധിമുട്ടിയാണ് നമുക്കിവിടെ ബാങ്കിൽ ജോലി കിട്ടിയത്. പക്ഷേ അവിടെ നമ്മൾ വിളിച്ചു കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ്. ആ വികസനം ഇന്നും അവിടെ ഉണ്ട്. മുന്നോട്ടേ പോയിട്ടുള്ളൂ അല്ലേ? പിന്നെ എത്രയോ മടങ്ങ് മുന്നോട്ട് പോയിട്ടുണ്ട്, യാതൊരു സംശയം. അപ്പോൾ ഈ നോർത്ത് ഇന്ത്യ അപേക്ഷിച്ച് സൗത്ത് ഇന്ത്യയിലാണ് കുറച്ച് BJP വിരോധം എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മണ്ണ് BJPക്ക് അനുകൂലമല്ലേ? അനുകൂലമാണ്. ആണ്. പക്ഷെ അത് ഞാൻ പറഞ്ഞില്ലേ, ആ താഴേക്കിടയിൽ കിടക്കുന്ന ഈ പ്രവർത്തകര്, ഇപ്പം എനിക്കിപ്പോൾ എല്ലാ പാർട്ടിയും, നമുക്കൊരു പാർട്ടി ഇല്ലെങ്കിലും എല്ലാ പാർട്ടിയുമായിട്ട് നമ്മൾ സഹകരിക്കുന്ന ഒരാളാണ്. അപ്പം അവർ വരുമ്പോൾ അവരോട് എല്ലാ കാര്യത്തിലും നമ്മൾ സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ചില വാർത്തകളും ചില കാര്യങ്ങളും കാണുന്ന മാധ്യമങ്ങളിലൂടെ, ദൃശ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ കാണുന്ന നമ്മുടെ പല കാര്യങ്ങളും നമ്മുടെ മനസ്സിലോട്ട് വരുന്നത് കൊണ്ടാണ് നമുക്കൊരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ. അല്ലെങ്കിൽ നല്ല ഭരണമാണ്, ഒരുപാട് കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. വർഗീയത എന്നുള്ളൊരു കാര്യം അതിനെ നമ്മൾ ഞാൻ അങ്ങനെ അങ്ങോട്ട് തെളിച്ച് പറയുന്നില്ലെങ്കിലും ചെറുതായിട്ട് എവിടേക്കോ ഉണ്ട്. പക്ഷെ അതൊരു തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. ജനങ്ങളുടെ ഇടയിലേക്ക്. ഈവൻ തന്നെ ഇപ്പം ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് ഒരുപാട് പേര് ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നുണ്ട്. അത് കഴിയുമ്പോൾ ഒരു വശത്ത് ഇതും ഒരു വശത്ത് വേറൊന്നും കാണുമ്പോഴാണ് അവിടെ ഈ കോൺട്രഡിക്ഷൻ വരുന്നത്. ആ കോൺട്രഡിക്ഷൻ വരുമ്പോൾ ജനങ്ങൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുന്നുണ്ട്. ഈവൻ തന്നെ ഞാൻ ഉൾപ്പെടുന്ന ക്രൈസ്തവ സഭയിലെ വേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ ഇവർ നല്ല റിലേഷനാണ്. അപ്പോൾ അവർക്ക് ആ ഒരു കാഴ്ച, അതാണ് വരേണ്ടത് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് വരെ ഒരു ആംഗിളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അത് കാണുമ്പം അവരിലുള്ളവർ തന്നെ ചെറിയ ചോദിക്കുന്നത് മറ്റേതെന്താണ് ഇങ്ങനെ, അതിനൊരു കോൺട്രഡിക്ഷൻ അവിടെ വരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു ലേശം പിന്നോക്കം പിടിക്കുന്നതാണ്. അത് അല്ല എങ്കിൽ ഇവിടെ പച്ച പിടിക്കും. അപ്പം നമ്മൾ ഇപ്പം സുരേഷ് ഗോപി സാറിന് നോക്കുമ്പം പുള്ളിക്ക് മതമൊന്നുമില്ല. പുള്ളിക്ക് സമൂഹത്തോട് പ്രതിബദ്ധതയ്ക്ക് ഇറങ്ങിത്തിരിക്കുന്ന ഒരാളാണ്. പക്ഷെ അവിടെയും പുള്ളിക്ക് ചിലപ്പോൾ കാല് വാരാൻ പലരും അവരുടെ പാർട്ടിയിലും കാണും, അല്ലാത്തവരൊക്കെ കാല് വാരാൻ കാണും. ആസ് എ മാൻ ഒരു വളരെ നല്ല മനുഷ്യനാണ്. അവരൊക്കെ ജയിച്ചു വരേണ്ടവരാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് പുള്ളിക്കാരൻ്റെ ജയിച്ചു വരേണ്ട ഒരാളാണ്, ജയിച്ചു വരേണ്ടവരാണ്. അപ്പോൾ തീർച്ചയായിട്ടും സമയമെടുക്കും, ചിലപ്പോൾ അല്ലേ സമയമെടുക്കും. പക്ഷെ ഈ ഒരു കാഴ്ചപ്പാട് ജനങ്ങളിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാണ്. അപ്പോൾ ഒരു മതത്തിനെതിരെ കൂടുതൽ ഇതുണ്ട് എന്ന് പറഞ്ഞാൽ അതില്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാറിക്കഴിഞ്ഞു. അത് സ്ലൈറ്റ്ലി അവരെ കൊണ്ട് സിമ്പിളായിട്ട് മാറ്റാൻ പറ്റുന്നേ ഉള്ളൂ. അപ്പോൾ ഒരു മതത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുള്ള വികാരം, നമ്മുടെ രാജ്യം അതല്ലല്ലോ, മതേതരമാണല്ലോ, നമ്മൾ മതേതരമാണ്. അപ്പോൾ ആ ഒരു ചിന്ത നമ്മൾ പ്രസംഗത്തിലൂടെ എല്ലാവർക്കും താമസിക്കാമെന്ന് പറയുകയും മറ്റൊരു വശത്തിലൂടെ നീ ചെയ്തോ, ഓക്കെ അതേ കൊണ്ടുപോയിക്കോ എന്ന് പറയുകയും ചെയ്യുന്ന ആ ഒരു മനോഭാവത്തിലൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉറപ്പാണ്. ഓക്കെ ഏട്ടാ, താങ്ക് യു സാർ. കേരളത്തിൽ എന്തുകൊണ്ടായിരിക്കും BJP പച്ച പിടിക്കാത്തത്? കാരണം ഇവിടെ ഇടതിനും വലതിനും മാറി മാറി ജനങ്ങൾ ഭരണം കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും എന്താണ് ഇപ്പം പച്ച പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ CPM-നെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുള്ള ഒരു വലിയേറ്റ മനോഭാവം ഉണ്ടാകുന്നതനുസരിച്ച്, കാരണം ഗുണ്ടായുസവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നതനുസരിച്ച് അതിലോട്ട് മറ്റുള്ള ആൾക്കാരും ആകർഷിക്കുന്നില്ല. രണ്ടാമത് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം തങ്ങൾ ആരാണ് വലുത് എന്ന് വൈകുന്നേരമാണ്. ഞാനൊക്കെ നേരത്തെ പഴയ സജീവ കോൺഗ്രസ്സുകാരനായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പ്രവർത്തന രംഗത്തോ ഒന്നുമില്ല. കാരണം ആരുമായിട്ടും നമുക്കൊരു മമതയില്ല. കാരണം അവരെന്ന് വെച്ചാൽ മത്സരമാണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനുള്ള ഏറ്റവും വലിയ പരാജയം. കസേരകളി അതാണ് ഇതിനെ പറ്റിയും വരുന്നത്. ഇപ്പം തന്നെ ഉദാഹരണമായിട്ട് ഇപ്പോഴത്തെ എടുത്ത സുധാകരനെ ഇപ്പോൾ MM ഹസൻ വന്നില്ല.
ഒന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അത് വിഴുപ്പിഴക്കേണ്ട കാര്യമില്ല, അത് അങ്ങ് പാർട്ടിക്കകത്ത് അങ്ങ് തീർത്താൽ മതി. പക്ഷെ അത് വിഴുപ്പിലക്കലുണ്ടാകുമ്പോൾ നമ്മളെ ഇടയിലും കോൺഗ്രസ്സുകാരെ പല ആളുകളും ഇത് എന്തിന് നമ്മളതിൻ്റെ പിറകെ ഇവരെ ചോക്കാൻ നടക്കുന്നത് എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇവിടെ വന്നത്. BJP സംബന്ധിച്ചെന്ന് വെച്ചാൽ പച്ച പിടിച്ച് തുടങ്ങി അതേ പറയാൻ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ. കാരണം അത് നമ്മൾ നേരത്തെ കാരണം അതൊരു വർഗീയമായ ഒരു ശക്തി അതുകൊണ്ടാണ് അത് ആ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ് അതുണ്ടായത്. ഇപ്പം ആ വ്യത്യാസം അവരിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞാൽ BJP കാരനല്ല എങ്കിൽ തന്നെയും അതിന് അവർക്ക് ഇനി മുമ്പോട്ട്, കാരണം ഇവരുടെ കുറവ് വരുന്നതനുസരിച്ച് അവർക്ക് മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു അവസ്ഥ വരും. തീർച്ചയായും. അപ്പോൾ BJP പച്ച പിടിക്കാത്തതിൻ്റെ കാരണമായിട്ട് ഒരു വർഗീയ ശക്തിയാണെന്ന് ഒരു രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അതിപ്പോൾ മാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പോൾ അവരിപ്പം ജനങ്ങളുടെ ഇടയിലോട്ട് കടന്നു വരുന്നതിനാൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കേന്ദ്രത്തിൽ ഇനിയും അത് ഈ സമയത്തും കേന്ദ്രത്തിൽ BJP ആയിരിക്കും വരുന്നത്. കാരണം BJP എതിർക്കാൻ മാത്രമുള്ള ഒരു ശക്തി ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം ഈ കോൺഗ്രസിന്റെ മുന്നണി എന്ന് പറഞ്ഞാൽ അത് വന്നാൽ തന്നെയും, ഇന്ത്യ മുന്നണി വന്നാൽ തന്നെയും അതിൽ എല്ലാവർക്കും പ്രധാനമന്ത്രി ആവാനുള്ള ഒരു ടെൻഡൻസി എല്ലാവർക്കും ഉണ്ട്. ആർക്കും ആവാമല്ലോ, മനസ്സിലായി. നേരത്തെ ഇതിനു മുമ്പും പല നേതാക്കളും വന്നിട്ടുണ്ട്. ദേവഗൗഡ ആയാലും ചന്ദ്രശേഖർ ആയാലും അവർക്ക് ആരും ഇല്ലാത്തവരൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വരാനുള്ള ആഗ്രഹമുണ്ട്, ആർക്ക് വേണമെങ്കിൽ വരികയും ചെയ്യാം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇത് തങ്ങൾ ശരിയാവത്തില്ല. ഈ അമിത്ഷാ പറയുന്നുണ്ടായിരുന്നു, അതായത് ഇപ്പോൾ ഇന്ത്യ മുന്നണി കയറുവാണെങ്കിൽ ആര് പ്രധാനമന്ത്രി, അവർക്ക് 10 പ്രധാനമന്ത്രിമാരോ എന്നൊക്കെ ഉള്ളൊരു ആക്ഷേപം ആക്ഷേപം സത്യം പറഞ്ഞാൽ ശരിയാണ്. കാരണം അതിൽ പറയുമ്പോൾ മമതാ ബാനർജിക്ക് ഏതായാലും വരണമെന്നുണ്ട്, കേജ്രിവാളിന് ഇപ്പോൾ ജയിലിലായതുകൊണ്ട് എങ്കിൽ തന്നെയും വരണമെന്നുണ്ട്, രാഹുൽ ഗാന്ധിക്ക് മൊത്തത്തിൽ ഇങ്ങനെ എല്ലാവരും കാഴ്ചപ്പാടുണ്ട്. പുള്ളിയെ കൊണ്ട് പറ്റാത്തതുകൊണ്ട് ഉള്ള ഇല്ലാത്തതുകൊണ്ടാണ് അത് സാഹചര്യമില്ലാത്തത്. അങ്ങനെ എല്ലാവർക്കും വരണമെന്നുണ്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആയാലും കർണാടകമായാലും ഏത് സ്റ്റേറ്റ് എടുത്താലും താല്പര്യമുണ്ട്, എല്ലാവർക്കും താല്പര്യമുണ്ട്. ആ താല്പര്യം ഉള്ളതുകൊണ്ട് സാധാരണ ജനങ്ങൾക്കും അറിയാം. അതുകൊണ്ടാണ് ഈ വരാത്തതിൻ്റെ കാരണം. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ കേരളത്തിൽ തന്നെ ഒരു 2 ലോക്സഭാ മണ്ഡലത്തിലെങ്കിലും BJP വരാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, തൃശ്ശൂരും തിരുവനന്തപുരം. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രെൻഡ് അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ടാണോ അതോ പൊതുവേ ഉള്ളൊരു ട്രെൻഡാണ്? പൊതുവെയുള്ള ട്രെൻഡാണ്. അല്ലാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് നേരത്തെ എന്ന് പറഞ്ഞാൽ ദേശീയ താല്പര്യം കാണുന്ന ഒരു ആൾക്കാരാണ് നമ്മളെ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. ദേശീയ താല്പര്യം കാണുന്ന വ്യക്തികളാണ്. ഇപ്പം പഞ്ചായത്ത് ഇലക്ഷനിൽ വരുമ്പോൾ നമുക്ക് പഞ്ചായത്ത് ഇലക്ഷൻ വോട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ദേശീയ ഇലക്ഷനിൽ കിട്ടത്തില്ല. അതിൻ്റെ വ്യത്യാസം അതാണ്. കാരണം കാഴ്ചപ്പാട് അങ്ങനെയാണ്. ഇപ്പം ഒരു പ്രാദേശിക കക്ഷികൾ ഇപ്പം ഐക്യ മുന്നണിയിൽ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് വോട്ട് കിട്ടുന്നത്, അല്ല കിട്ടത്തില്ല. ഇപ്പം തന്നെ ഇവിടെ തന്നെ ഉദാഹരണമായിട്ട് ലീഗ് എന്ന് പറയുമ്പോൾ പ്രാദേശികമായിട്ടുള്ള ഒരു, പക്ഷേ ആ പ്രാദേശിക സ്ഥലത്ത് അവർ ശക്തമാണ്. മനസ്സിലായി. അപ്പോൾ അവർ ശക്തമാണെന്ന് പറഞ്ഞിട്ട് അവർ മറ്റുള്ള മുന്നണിയായിട്ട് ഒറ്റയ്ക്ക് നിന്നാൽ അവർക്ക് സീറ്റ് കിട്ടത്തില്ല. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയ ലൈൻ. പിന്നെ എന്ന് പറയുമ്പോൾ അത് പണ്ട് കാലത്തെ ലീഗ് എന്ന് പറയുമ്പോൾ പണ്ട് കർണാടകമുള്ള സമയത്തും ഒക്കെ കോൺഗ്രസിനോട് നിൽക്കുന്ന ആ ഒരു താല്പര്യം, പിന്നെ നമുക്ക് പ്രത്യേകമായിട്ട് അവരെ സംബന്ധിച്ച് ഒരു വർഗീയ കാഴ്ചപ്പാട് നമുക്ക് പ്രത്യേകമായി കാണാൻ കഴിയില്ല. പ്രത്യേകമായി കാഴ്ചപ്പാട് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് കാഴ്ചപ്പാട് ഇല്ല. മനസ്സിലായി. മറ്റുള്ള മുന്നണിയുമായിട്ട് സഹകരിച്ച് പോകാനുള്ള, നേരത്തെ ഇടത് മുന്നണിയായിട്ട് സഹകരിച്ചിട്ടുണ്ട്, പോയിട്ടുണ്ട്. അപ്പോൾ ആ കാഴ്ചപ്പാടില്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് വീണ്ടും പിടിച്ചു നിൽക്കാൻ കഴിയും. പിന്നെ ഇപ്പം നേതാക്കളൊന്നും ഇല്ല, ഇപ്പം നേതാക്കളെല്ലാം തീർന്നു. ഇപ്പം അണികൾ ചെറിയ പയ്യന്മാരെല്ലാം വന്ന് അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇത് നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ പേരിലൊക്കെയാണ് ലീഗിനും പറ്റുള്ള ഇവിടത്തെയുള്ള രാഷ്ട്രീയ പാളിച്ച ഉണ്ടാകുന്നതിൻ്റെ കാരണം. അപ്പോൾ ചേട്ടൻ തിരുവനന്തപുരംകാരനാണെന്ന് പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഉണ്ടായിരുന്നു തിരുവനന്തപുരത്തിന് ഇവിടെ വോട്ടിംഗ് ശതമാനം കുറയുന്നെന്ന് പറഞ്ഞാൽ ഈ പോളിംഗ് വളരെ കുറവായിരുന്നു എന്ന് പറഞ്ഞാൽ പലർക്കും ഒന്ന് ചൂട് കൂടുതൽ, രണ്ടാമത് ഒരുപാട് സമയം പലരും, ഇപ്പം ഞാൻ തന്നെ 7 മണിക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ഒരു വ്യക്തി 9 മണിയായിട്ടും വോട്ട് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം എല്ലാം വളരെ സ്ലോ ആണ്. ഒന്നാമത് വെയിലും ചൂടും. അപ്പം നമുക്ക് അങ്ങനെ, അപ്പം നമ്മളും വീട്ടിൽ നിന്ന് പറയുന്നത് ഭയങ്കര അവിടെ നിന്ന് ഭയങ്കര ചൂട്, കാല് നിന്ന് കഴിക്കുന്നത്. അപ്പം അവർക്ക് ഒന്നാമത് ആർക്കും വലിയ താല്പര്യം രാഷ്ട്രീയത്തിൽ വോട്ട് ചെയ്യാനുള്ള വലിയ താല്പര്യം കുറവാണ്. പിന്നെ നിവൃത്തിയില്ലാതെ പിന്നെ വോട്ട് ചെയ്യണമല്ലോ, ഒരു പൗരാവകാശമാണല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ആളുകൾ പോകുന്നത്. അല്ലാതെ വേറെ ഒരു രാഷ്ട്രീയക്കാരോടോ അല്ലെങ്കിൽ വ്യക്തികളുള്ള മമത കൊണ്ടല്ല. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് വോട്ടിംഗ് ശതമാനം കുറയുന്നതിൻ്റെ കാരണം. പിന്നെ പ്രാദേശിക സ്ഥലങ്ങളിൽ മറ്റുള്ള പഞ്ചായത്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ അല്പം കൂടും. കാരണം പ്രവർത്തകർ ഓരോ വീടാതിനും കയറി ഇറങ്ങി
ഇതെന്ന് പറഞ്ഞാൽ ആർക്കും അറിയാൻ പറ്റില്ല. പിന്നെ ആരെങ്കിലും പൈസ കൊടുത്ത് പ്രസ്താവന കൊടുക്കുക, അങ്ങനെ ആ കാഴ്ചപ്പാട് വരുന്നതുകൊണ്ടാണ് പോളിംഗ് ശതമാനം. എങ്ങനെയുണ്ട് രാഷ്ട്രീയ സാഹചര്യം? മിക്കവാറും ചാൻസ് ശശി തരൂരിനാണെന്നാണ് എൻ്റെ ഒരു താല്പര്യം. രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുമ്പം അവിടെ സിറ്റിയിൽ വോട്ട് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ കിട്ടത്തില്ല, പ്രാദേശിക മറ്റുള്ള ബൂത്ത് കിട്ടത്തില്ല. ഇപ്പം ഉദാഹരണമായിട്ട് ശംഖുമുഖം മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രന് വോട്ട് കിട്ടത്തില്ല. അവിടെയൊക്കെ എന്ന് വെച്ചാൽ മുസ്ലിം മേധാവിത്വമുള്ള മേഖലകളാണ്. അപ്പോൾ അവിടെയൊക്കെ എന്ന് പറയുമ്പം വലത് മുന്നണിക്കാണ് പണ്ട് കാലത്ത് വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ ചില പ്രവർത്തനങ്ങൾ കൊണ്ട് ചില ഇടത് മുന്നണിക്ക് കൂടെ ചാൻസ് വരും. പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞാൽ മറ്റേ CPIയുടെ പന്ന്യൻ രവീന്ദ്രനെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ ആളല്ല എങ്കിൽ തന്നെയും പാർട്ടിക്കാരനല്ല എങ്കിൽ തന്നെയും വ്യക്തിപരമായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അയാളോട് ഭയങ്കര മമതയാണ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ DICയിലൊക്കെ ഞങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് വേണ്ടി ഞങ്ങൾ അക്ഷീണ പരിശ്രമം ചെയ്താണ് ജയിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്തവണ ഞാൻ വോട്ട് ചെയ്തില്ല, അത് മറ്റൊരു കാര്യം, കാരണം ഇല്ല. പക്ഷേ അദ്ദേഹം നല്ലൊരു മനുഷ്യനാണെന്നുള്ളത് ആർക്കും തർക്കമില്ല. അപ്പോൾ BJPക്ക് ഇങ്ങനെ വോട്ട് കുത്താൻ മലയാളികൾ മടിക്കുന്നതിന്റെ പ്രധാന കാരണം വർഗീയത എന്നുള്ളൊരു ഇതാണ്. പക്ഷെ ഇപ്പൊ അത് പതിയായി പ്രവർത്തനങ്ങളിൽ മറ്റു ആളുകളെല്ലാം വന്ന് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പതിയെ അവർ രംഗത്ത് വരും. കാരണം ഇത് ശിഥിലീകരിക്കും. കാരണം കോൺഗ്രസ് കുറെ കഴിയുമ്പോൾ ശിഥിലീകരിച്ചു പോകും. കാരണം അതിൽ നേതാക്കളുടെ ഒരു ബാഹുല്യം എന്നുവെച്ചാൽ നേതാക്കളല്ല അവർ ജനങ്ങളോട് അടുപ്പം അവർക്കില്ല. അപ്പം എനിക്ക് വലുതാവണം, ഞാൻ നേതാവാവണം, ഞാനാണെന്ന് ഒരു ചിന്ത വ്യക്തി കേന്ദ്രീകരിച്ചുള്ള ഇത് വരുന്നതുകൊണ്ടാണ് അത് വിനയമായിട്ട് മാറും. കമ്മ്യൂണിസ്റ്റ് വരത്തില്ല. അതിൻ്റെ ഒരു ഏകദേശം കാലഘട്ടം കഴിഞ്ഞു. പിന്നെ ഒന്ന് ജനങ്ങളെ സംബന്ധിച്ച് ആ പാർട്ടിയിൽ ഒരു അതിൽ നമുക്ക് സാധാരണ ജനങ്ങൾ ഇപ്പം പാർട്ടി പ്രവർത്തകർ അവർ ഇപ്പോഴും അക്ഷീണ പരിശ്രമം നിൽക്കും. പക്ഷേ നമ്മൾ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു താല്പര്യം പറയും. കാരണം ഗുണ്ടായിസം, അവർ കൂട്ടമായിട്ട് ആക്രമിക്കുക. നിശ്ചിത സ്ഥലങ്ങളിൽ ജയിച്ചില്ലെങ്കിൽ ഉദാഹരണം തന്നെ ഇപ്പം ഇന്നലെ പത്രത്തിൽ കിടക്കുന്നുണ്ട്, കൊടി നിർത്തിയിട്ട് അവർക്കൊരു വീട് വെക്കാൻ തരുന്നത് കൊടി പൊക്കി കൊടുക്കില്ല. ഒരു നേതാവ് ഒന്ന് കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതും പിന്നെ അവർ BJP ചേർന്ന് BJPക്കാർ വന്നാണ് അത് ഇളക്കി മാറ്റിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവണതകൾ ആ പാർട്ടിയെ സംബന്ധിച്ചുണ്ട്. ചിഹ്നം പോകാൻ സാധ്യതയുണ്ടോ? ചിഹ്നം പോകാൻ ചാൻസ് ഉണ്ട്. നിശ്ചിത സ്ഥലങ്ങളിൽ ജയിച്ചാലേ പറ്റുള്ളൂ. ചിഹ്നം പോകാൻ ചാൻസ് തട്ടി നിൽക്കുകയാണ്. പിന്നെ ഈ ഇന്ത്യ മുന്നണിയിലേക്ക് നിൽക്കുന്നതുകൊണ്ട് എവിടെയെങ്കിലും 1-2 കിട്ടി അങ്ങനെ വരാനല്ലേ ചാൻസ് ഉള്ളൂ. അതില്ല. ചേട്ടാ, കേരളത്തിൽ BJP എന്താ പച്ച പിടിക്കാത്തത്? വെള്ളം കിട്ടാണ്ടായിരിക്കും. അപ്പോൾ എന്താണ് അവര് വന്നാലും ഒരു പ്രശ്നമായിട്ട് കാണുന്നത് ജനങ്ങള്? ഒരു പ്രശ്നമില്ല. അപ്പൊ എന്തുകൊണ്ടാണ് വോട്ട് കുത്താൻ ഇപ്പോഴും മടിക്കുന്നത് എന്നാണ് നമ്മുടെ ചോദ്യം. അല്ല, ഇപ്രാവശ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുത്തിയിട്ടില്ല. അതല്ല, ഇപ്പൊ കുത്തിയിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്ക് അങ്ങനത്തെ ഒരു BJPക്ക് കുത്തേണ്ട ഒരു സാഹചര്യം ഇവിടെ ഇല്ലല്ലോ, എറണാകുളം മണ്ഡലത്തിൽ ഇല്ലല്ലോ. അല്ല, എന്താണ് ഒരു സാഹചര്യം? പൊതുവെ മലയാളികൾ ഇടതും വലതും കുറെ ഭരിച്ചില്ലേ, ഇനിയിപ്പോ ഒരു ചാൻസ് കൊടുക്കാമോ? ഈ പുള്ളി ചോദിച്ചില്ലേ, അതിന് നിന്റെ അഭിപ്രായം എന്താണ്? ഞങ്ങൾ ഇത്രയും പേരല്ലേ? എന്റെ അഭിപ്രായം ഇവിടെ ഇപ്പോ പൊതുവെ അല്ല, അത് ഞങ്ങള് ചോദ്യകർത്താക്കളല്ലേ ചേട്ടാ. 40-ന് മുകളിലുള്ള ആൾക്കാരാണ് നിങ്ങൾ, പുതിയ തലമുറകളാണ്. അതെ, ഞങ്ങൾക്ക് ഇനി കൂടി വന്നാല് മാക്സിമം പോയാൽ 20 വർഷം. നിങ്ങൾക്ക് 5 വന്നവൻ പിള്ളേരാണ്. രാജ്യം എങ്ങനെ പോകണം തീരുമാനിക്കുന്നത് നിങ്ങളാണ്. നിന്റെ അഭിപ്രായം എങ്ങനെയാണ്? BJP വന്നാൽ എന്തായിരിക്കും അവസ്ഥ? BJP ഇപ്പൊ നല്ലൊരു ഒറ്റകക്ഷിയാണ്. അപ്പൊ ഒരു ഭയങ്കര ശക്തമായി തന്നെ പോകണം. അവരോട് ജയിക്കണമെങ്കിൽ കുറെ പേർക്ക് കൂടെ നിൽക്കേണ്ട അവസ്ഥയാണ്. എന്തുകൊണ്ട് അവരങ്ങനെ വന്നു? അവരങ്ങനെ വന്നത് ഒരുപാട് വർഷം കോൺഗ്രസ് ഒക്കെ ഭരിച്ചല്ലോ. അപ്പൊ അതിൻ്റെതായിട്ട് എത്ര വർഷം? ഒരു 60 വർഷത്തേക്ക് കൂടുതൽ ഭരിച്ചല്ലോ. ഒറ്റ ആളാ ഭരിച്ചത്? അല്ല, കോൺഗ്രസ് പാർട്ടി ഒറ്റകക്ഷിയായിട്ട് 10 വർഷം കൊണ്ട് ഇയാൾ ഭരിച്ചിട്ട് എന്താണ് നമുക്കുള്ള ഗുണം? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ഗുണം അതാണ്. ഇന്ത്യക്ക് എയർലൈൻസ് എന്ന സംവിധാനം ഇല്ല. നമ്മൾ കൊച്ചിക്കാരാണ്. നമ്മളിവിടുത്തെ കൊച്ചിൻ ഷിപ്പ്യാർഡ് നടപടിയാക്കി വിറ്റ് റിഫൈനറി പോയി. എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 10 വർഷം കൊണ്ട് പോയതാണ്. 60 വർഷം കൊണ്ട് ഉണ്ടാക്കിയത് 10 വർഷം കൊണ്ട് പോയി കിട്ടി. ഓക്കെ. ഇപ്രാവശ്യവും ഇയാളെന്ന് പറഞ്ഞാല് കുറച്ചും കൂടെ ആധികാരികമായി സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. മാത്രമല്ല ഇയാള് ഒരു പാർട്ടിന്റെ വലിയ ലീഡറും കൂടെയാണ്. ഇയാൾ നന്നായിട്ട് സംസാരിക്കും. ചേട്ടാ, എന്തുകൊണ്ടാണ് കേരളത്തിൽ BJP പച്ചപിടിക്കാത്തത്? ഇവർ പറഞ്ഞില്ല, അത് തന്നെ എനിക്ക് പറയാനുള്ളത്. അതെ, എന്തായിരിക്കും കാരണങ്ങൾ? വർഗീയ പാർട്ടി എന്നുള്ളൊരു വിശേഷണമുള്ളതുകൊണ്ടാണോ? നിനക്ക് എന്ത് തോന്നണം?
അല്ല ഞാൻ തോന്നുന്ന ചോദിക്കാം, എൻ്റെ ചോദ്യങ്ങളുണ്ട്, എൻ്റെ തോന്നലുകളാണ് ഈ ചോദ്യങ്ങൾ. അത് തന്നെ അത് തന്നെ. അല്ലടാ നോക്കിയേ, എൻ്റെ തോന്നലുകളാണ് ഞാൻ ചോദ്യങ്ങളായിട്ട് ചോദിക്കണേ, മനസ്സിലായോ? അതെ പറയാതെ തന്നെ എന്തുകൊണ്ടായിരിക്കും എന്നാ ചോദിക്കണേ. BJP ഒരു വർഗീയ പാർട്ടിയാണ്, അത് തന്നെ കാരണം അല്ലേ. പിന്നെ രാഷ്ട്രീയത്തോടൊക്കെ ഇപ്പൊ പുതുതലമുറക്കൊന്നും വലിയ താല്പര്യമില്ലാണ്ടതിന്റെ കാരണം എന്താണ്? ആർക്കും സമയമില്ലല്ലോ, തിരക്കല്ലേ, തിരക്കാണ്. നിങ്ങളല്ലേ, ഞങ്ങളാണ് നമ്മൾ 40-ന് വോട്ട് ചെയ്തായിരുന്ന വോട്ട് ചെയ്യുന്നത്. ആ വോട്ട് ചെയ്തായിരുന്ന 40-ന് മുകളിലുള്ളവരോട് ചോദിക്കരുത്, 40 താഴത്തുള്ള പിള്ളേരോട് ചോദിക്കണം. അവരുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് ഇപ്പൊ മുതൽക്കൂട്ട് നിങ്ങളാണ്. അപ്പൊ നിങ്ങൾ ആ പ്രായക്കാരെ ചോദിക്കണം. ആ പോയ പുള്ളിനോട് പറഞ്ഞ ആർക്കൊന്നും ചെയ്യാൻ പറ്റുമോ? അയാൾ 60 കഴിഞ്ഞ ആളാണ്, സീനിയർ സിറ്റിസനാണ്. വോട്ട് രേഖപ്പെടുത്തുമല്ലോ, അതുകൊണ്ട് എന്താണ് അതാണ് മാറ്റങ്ങൾ ഉണ്ടായില്ല. അയാളെ മനസ്സിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരെ കുറിച്ച് അയാൾ പറയുള്ളൂ. അതെ. ഇപ്പൊ രാജ്യം ജപ്പാനെ പോലെയും അല്ല ചൈനയെ പോലെയൊക്കെ വികസിക്കുന്നത് നിങ്ങളെ തീരുമാനിക്കണം, നമ്മളല്ല. നിങ്ങൾ ടെക്നോളജി ഉപയോഗിച്ചല്ലേ ഇപ്പൊ ചെയ്യണം. മുമ്പ് നമ്മൾ കണ്ടത് വലിയ ക്യാമറ ആയിട്ടാണ്, ചെറുതായിട്ടാണ്. ഇപ്പൊ ടെക്നോളജി അത്രയും വലുതായി, നിങ്ങളാ തീരുമാനിക്കേണ്ടത്. ഉറപ്പായിട്ടും രാജ്യം എങ്ങോട്ട് പോകണോ അല്ലേ. ഹോസ്പിറ്റലൊക്കെ പഠിച്ച പിന്നെ ആൾക്കാരൊക്കെ ഉണ്ട് അല്ലേ, അവരൊക്കെ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട്. അവരൊക്കെ നിങ്ങൾ ജയിപ്പിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. തീർച്ചയായിട്ടും. താങ്ക്സ്. ഓക്കെ.